നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും അധികം ശ്രദ്ധ ലഭിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് BJP അവരുടെ A ക്ലാസ് മണ്ഡലമായി പാലക്കാടിനെ കാണുന്നു എന്നതാണ്. സംസ്ഥാനത്ത് BJPക്ക് വിജയസാധ്യതയുള്ള ഒട്ടേറെ മണ്ഡലങ്ങളുണ്ടെങ്കിലും കൃത്യമായ സംഘടനാ സംവിധാനം ചലിക്കുന്ന മണ്ഡലം പാലക്കാട് മാത്രമാണ്. മറ്റു ജില്ലകളിൽ നഗരപ്രദേശങ്ങൾ CPM-ന്റെയോ കോൺഗ്രസിന്റെയോ കൈകളിലാണെങ്കിൽ പാലക്കാട്ടേക്ക് വരുമ്പോൾ നഗരസഭ ഭരിക്കുന്നത് BJP ആണ്. തുടർച്ചയായി 2 തവണകളായി കോൺഗ്രസിനെ പരാജയപ്പെടുത്തുകയാണ് BJP നഗരസഭയിൽ. 52 അംഗ ഭരണസമിതിയിൽ BJPക്ക് 28 അംഗങ്ങളാണുള്ളത്. പ്രതിപക്ഷ നിരയിൽ UDF-ന് 17ഉം LDF-ന് 7 അംഗങ്ങളാണുള്ളത്. വെൽഫെയർ പാർട്ടിക്ക് 1 സീറ്റുമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും BJP മികച്ച മുന്നേറ്റമാണ് പാലക്കാട് നടത്തിയിട്ടുള്ളത്. പക്ഷെ വിജയത്തിന് തൊട്ടടുത്ത് വന്ന് പരാജയപ്പെടുവാനായിരുന്നു വിധി. 2011 മുതൽ തുടർച്ചയായി 3 തവണ ഷാഫി പറമ്പിൽ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3 തവണയും CPM-നെ പിന്തള്ളി BJP രണ്ടാമതെത്തിയ മണ്ഡലം കൂടിയാണ് പാലക്കാട്. 2021 E ശ്രീധരൻ ഒരു ഘട്ടത്തിൽ വിജയിക്കുമെന്ന് പോലും തോന്നിച്ച വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ 4000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ഷാഫി പറമ്പിൽ അവസാനം ജയിച്ചു കയറിയ പാലക്കാട്. ആദ്യ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ വിജയിക്കുന്നതിന് മുൻപ് വരെ CPM തുടർച്ചയായി വിജയിച്ച മണ്ഡലം കൂടിയാണ് പാലക്കാട് എന്നതും നാം വിസ്മരിക്കരുത്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ BJP ഉയർത്തിയ എല്ലാ ഭീഷണികളെയും കാറ്റിൽ പറത്തിയാണ് കനത്ത മത്സരം കാഴ്ചവെച്ച് 11669 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുന്നത്. അത്ര എളുപ്പമായിരുന്നില്ല ഷാഫിക്കും രാഹുലിനും പാലക്കാട് എന്ന കടമ്പ. പാർട്ടിക്ക് അകത്തു നിന്ന് തന്നെ ഉണ്ടായ വെല്ലുവിളിക്കൊപ്പം ഉപതെരഞ്ഞെടുപ്പിൽ ഉടനീളമുണ്ടായ വിവാദങ്ങളും പാർട്ടിക്ക് നേരിടേണ്ടി വന്നിരുന്നു. അതേസമയം ഷാഫിക്ക് പകരം UDF സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തിലും LDF സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് വിട്ടുവന്ന P സരനും മത്സരിക്കാനെത്തുമ്പോൾ അത് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന കണക്കുകൂട്ടലിലായിരുന്നു BJP. എന്നാൽ ചെറിയ പരാജയമൊന്നുമല്ല BJPക്ക് ഉണ്ടായത്. അടപടലം പാർട്ടി തകർന്നടിയുകയായിരുന്നു. പാലക്കാട് നിയമസഭാ മണ്ഡലം പാലക്കാട് മുനിസിപ്പാലിറ്റിയും കണ്ണാടി, പിരായേരി, മാത്തൂർ ഗ്രാമപഞ്ചായത്തുകളും ചേർന്നതാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിലുള്ള മുൻതൂക്കമാണ് BJP ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ 3 തവണയും രണ്ടാമതെത്തിച്ചത്. 1967 O രാജഗോപാൽ ജനസംഘത്തിന്റെ മത്സരാർത്ഥിയായി മത്സരിക്കുന്ന കാലം മുതൽ ഹിന്ദുത്വ ശക്തികൾക്ക് 10% കൂടുതൽ വോട്ടുള്ള മണ്ഡലമാണ് പാലക്കാട്. അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം കോൺഗ്രസ് അത്ഭുതകരമായി ശക്തി ആർജിച്ച 77-ലെ തെരഞ്ഞെടുപ്പിലും 80-ലെ തെരഞ്ഞെടുപ്പിനും ശേഷം രാജഗോപാൽ വീണ്ടും മത്സരിച്ച് 82-ൽ 14%, രാജഗോപാൽ വീണ്ടും മത്സരിച്ച് 2006-ൽ 24% എന്നിങ്ങനെ BJP വോട്ടുകൾ ഉയർന്നു. 2016-ൽ 29%വും 2021-ൽ 35%വും നേടി BJP രണ്ടാം സ്ഥാനത്തുമെത്തി. അതായത് പറഞ്ഞു വരുന്നത് BJPക്ക് പാലക്കാട് അടിസ്ഥാനപരമായി കൃത്യമായ വോട്ടുകൾ എല്ലാ കാലത്തും ഉണ്ടെന്നതാണ്. ഉപതെരഞ്ഞെടുപ്പിലും പരാജയം സംഭവിച്ചെങ്കിലും തങ്ങളുടെ വോട്ട് ബാങ്കിനെ പൂർവാധികം ശക്തിയോടെ തിരികെ കൊണ്ടുവരുവാനും 2026-ൽ വിജയിക്കുവാനുമാണ് BJP ലക്ഷ്യം വെക്കുന്നത്. ഇതിനായി ഒരു ചെറുപ്പക്കാരനെ തന്നെയാണ് നിലവിൽ ജില്ലാ പ്രസിഡന്റായി നിയോഗിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാടുണ്ടായ വിവാദങ്ങളും BJP ബോധപൂർവ്വം സൃഷ്ടിച്ചതാണെന്ന് കരുതാം. ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിൽ ദേശീയവാദികൾക്കെതിരെ ഇനിയും അനാവശ്യ പ്രസ്താവന നടത്തിയാൽ പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന പാലക്കാട്ടെ MLA-ക്ക് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ കാലുകുത്താൻ BJPയുടെ അനുവാദം വേണ്ടിവരുമെന്ന് പ്രശാന്ത് ശിവൻ പറഞ്ഞത് വീണ്ടും വിവാദങ്ങൾക്ക് വഴിവെക്കുകയായിരുന്നു. എന്നാൽ ഇതിന് മറുപടിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആർജവത്തോടെ പ്രതികരിച്ചത് സാമൂഹ്യ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു. BJPക്കും RSS-നുമെതിരെ നിലകൊള്ളുന്നവരെ ഏറെ സ്വീകാര്യതയോടെയാണ് കേരളത്തിലെ പൊതുസമൂഹം നോക്കിക്കാണാറുള്ളത്. ഷാഫി പറമ്പിൽ എന്ന രാഷ്ട്രീയ നേതാവിനും ഏറ്റവും അധികം സ്വീകാര്യത ലഭിക്കുന്നതിന് കാരണം പാലക്കാട്ടെ സാന്നിധ്യമായിരുന്നു. അതുതന്നെയാണ് ഇപ്പോൾ രാഹുലിന് പിന്തുണയായി മാറുന്നത്. കഴിഞ്ഞ ദിവസം പാലക്കാട് മുനിസിപ്പാലിറ്റി പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തപ്പോൾ രാഹുൽ പോലീസ് ജീപ്പ് തടഞ്ഞ് അവരെ പുറത്തിറക്കി മാസ് കാട്ടിയിരുന്നു. രാഹുലിന്റെ ആർജവത്തെയും തുടർന്ന് നടത്തിയ പ്രതികരണങ്ങളെയും വളരെ ആവേശത്തോടെയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. അതായത് ഇന്നലത്തെ പാലക്കാട്ടെ സംഘർഷങ്ങളിൽ താരമായത് രാഹുൽ തന്നെയെന്ന് നിസ്സംശയം പറയാം. കാൽ വെട്ടിക്കളയുമെന്നാണ് ഭീഷണിയെങ്കിൽ കാലുള്ളിടത്തോളം കാലം കാല് കുത്തിക്കൊണ്ട് തന്നെ RSS-നെതിരെ സംസാരിക്കുമെന്നും കാൽ വെട്ടിക്കളഞ്ഞാലും ഉള്ള ഉടൽ വെച്ച് RSS-നെതിരെ സംസാരിക്കുമെന്നുമുള്ള രാഹുലിന്റെ മാസ് മറുപടി സാമൂഹ്യ മാധ്യമങ്ങളിൽ തരംഗമാണ്. RSS നേതാക്കളെ അവഹേളിച്ചാൽ MLA പാലക്കാട് കാലുകുത്താൻ അനുവദിക്കില്ലെന്നായിരുന്നു BJPയുടെ ഭീഷണി. പാലക്കാട് നഗരസഭയുടെ ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രത്തിന് RSS നേതാവിന്റെ പേരിട്ടതിൽ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും DYFI പ്രവർത്തകരും സ്ഥലത്തെത്തി തറക്കല്ലിടൽ ചടങ്ങ് തടഞ്ഞ് പ്രതിഷേധിച്ചു. തറക്കല്ലിടുന്നതിനായി എടുത്ത കുഴിയിൽ ഇറങ്ങി നിന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. ഏതായാലും പാലക്കാട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം നാം കണ്ടത് സംഘപരിവാർ വിരുദ്ധ പോരാട്ടത്തിന്റെ മുഖമായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മാറുന്നു എന്ന കാഴ്ചയാണ്.